നമ്മുടെ തിരുവനന്തപുരത്തെ മെയിനായിട്ട് വരുന്ന ഡെവലപ്മെൻ്റ് ആണ് ശ്രീകാര്യ ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് ആ ഒരു കിടിലൻ വീട് വരുന്നത്. 4.35 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള, അതും തേക്ക് തടി മണിച്ചിത്രത്താഴ് പൂട്ട് കണ്ട കിടിലം. അങ്ങനെ ഒരു കിടിലം വീടാണ് നമ്മുടെ ഈ ഒരു വീട്. ഈ വീട്ടിലോട്ട് വരാൻ നിങ്ങൾക്ക് ഫ്ലൈ ഓവറിൽ നിന്ന് വെറും 1 കിലോമീറ്ററും നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് വെറും 4.5 കിലോമീറ്ററും, അതുപോലെ ടെക്നോ പാർക്ക്, നിങ്ങൾ ടെക്നോ പാർക്ക് ടെക്കീസിന് വെറും 6.8 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു വീട്ടിൽ ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മുടെ ശ്രീകാര്യം ചാവടിമുക്ക് CET-യിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ശ്രീകാര്യം മാർക്കറ്റിൽ നിന്ന് വെറും 600 മീറ്റർ ആണ് വരുന്നത്. മൊത്തം 3 ബെഡ്റൂം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ ഹാളിലെ വലിയ ബെഡ്റൂമാണ്. എന്താ ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്ക്, എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് നീണ്ടു കിടക്കുകയാണ്. വലിയ ബെഡ്റൂം. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലായിടത്തും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സുഖമായിട്ട് റെൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? ഇത് ആൾറെഡി റെൻറ്റിന് കൊടുത്തിരുന്നതാണ്. ഇന്നലെ ആൾ മാറിയതേ ഉള്ളൂ റെൻറ്റിൽ നിന്ന്. നിങ്ങൾക്ക് അതുകൊണ്ട് റെൻറ്റിനൊക്കെ ഇത് കിടിലായിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓപ്പൺ ഉള്ള കിച്ചൺ. കണ്ടോ കബോർഡ് വർക്ക്സ് എല്ലായിടത്തും ഉണ്ട്. കണ്ടോ കബോർഡ് വർക്ക്സ്, ഫുൾ കബോർഡ് വർക്ക്സ് ഉണ്ട്. എന്താ കിടിലൻ വർക്ക്സാണ്. ഇതാണ് നിങ്ങളെ വെളിയിലിട്ട ഏരിയ. ഇവിടെ ചെറിയൊരു തുണിക്കല്ല് വരെ വെച്ചിട്ടുണ്ടെടാ. ഇവിടെ നിങ്ങളെ തുണിയൊക്കെ ടപ്പെന്ന് വെച്ച് അങ്ങ് കഴുകാം. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഫ്രണ്ടിലെത്തും ഡോറ് തേക്കാണ്, ബാക്കി പ്ലാവിൻ്റെയൊക്കെയാണ് വർക്ക്സ്. പിന്നെ അതേപോലെ നമ്മുടെ വാഷ് ബേസിൻ സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ശ്രീകാര്യത്ത് ഒരു പുതിയ വീട് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 1 കോടിക്ക് മേലെയാവും. പക്ഷേ ഈ ഒരു വീട് 1 കോടിക്ക് താഴെയാണ് വരുന്നത്. അത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കണം. ശ്രീകാര്യത്ത് വേറൊരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 1 കോടിക്ക് മേലെയാവും. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 6 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഇത് കുറച്ചൊന്ന് റെനോവേഷൻ ചെയ്താൽ സൂപ്പർ വീടാവും. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം, മുകളിലത്തെ ബെഡ്റൂം. എല്ലായിടത്തും ഇത് നമ്മുടെ കബോർഡ് വർക്ക്സ് ഉണ്ട്. കബോർഡ് കണ്ട അടിപൊളി, നോക്ക് നല്ല സ്മൂത്ത്, നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം നേരത്തെ ആൾറെഡി താഴത്തെ ബാത്റൂം കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബാൽക്കണി. അതുപോലെ ഈ വീട് വാസ്തുപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. ദർശനം വരുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് നമ്മുടെ ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, അത് തേർഡ് ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം. താഴെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലിപ്പം എൻ്റെ വലിപ്പം തന്നെ കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ സ്വിച്ചൊക്കെ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചാണ് പറഞ്ഞത്. ലെഗ്രാൻഡ് സ്വിച്ച്. അതുപോലെ താഴത്തെ ടൈൽസൊക്കെ ഇട്ടിരിക്കുന്നത് കജേരിയയുടെയാണ് ടൈൽസ്. പിന്നെ ബാക്കി ലൈറ്റിംഗ് എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇത് റെനോവേഷൻ ചെയ്തെടുത്ത സെറ്റ് വീടാവും. കാരണം ഫ്ലൈ ഓവറിൻ്റെ അടുത്തൊക്കെ ഒരു വീടെന്ന് പറയുമ്പോഴേ കുറേ വർഷം കഴിയുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പോയാൽ ഈ വീട് ഒരുപാട് പേര് നോക്കും. കാരണം റെൻറ്റിനൊക്കെ ഒരുപാട് വീട് ഇവിടെയൊക്കെ നോക്കി വരും ഈ ഒരു ഏരിയയിൽ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ. അത്രയും പക്ക ബൂമിങ് ഏരിയയാണ് നമ്മുടെ ശ്രീകാര്യം. അതുപോലെ നമ്മുടെ ഈ ഒരു വീട്ടിലെ കിണർ സൗകര്യമുണ്ട് കേട്ടോ. ഒരു കിടിലൻ കിണറും ഉണ്ട്. അതുപോലെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കേട്ടോ. ഇവിടെ നിങ്ങളെ കാറൊക്കെ കിടിലായിട്ട് ഇവിടെ കൊണ്ടിടാൻ പറ്റും. വലിയ കാർ കൊണ്ടിടാൻ പറ്റും. അതും വഴിയാണ് ഈ വഴി കാണിച്ചു കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ വഴി. എന്താ ഒരു വലിയ കാറൊക്കെ ഇവിടെ കിടിലായിട്ട് വരും. ഇവിടെയും വേണമെങ്കിൽ ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും കണ്ട ഇവിടെ. പിന്നെ ഈ വീട്ടിലെ കുറച്ച് വർക്ക് വരണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കുറച്ചൊന്ന് ക്ലീൻ ആക്കി പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കിയാൽ ഈ വീട് സൂപ്പറായിരിക്കും. ഇതിൽ പെയിൻറ്റിങ് വർക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്തോളണം. ബാക്കി നമുക്ക് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീട് എടുക്കാം. ബാക്കി പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ വീട് വാങ്ങുന്നതിനെക്കാട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് സെറ്റായിട്ട് റെനോവേഷൻ. അതേപോലെ നമ്മുടെ ഈ ഒരു വീടിനെ അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1 കോടിക്ക് താഴെയാണ്. സാധാരണ ഇവിടെ ശ്രീകാര്യത്ത് ഒരു വീട് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയാലും 2000 സ്ക്വയർ ഫീറ്റ് വീട് ഒക്കെ ആണെങ്കിൽ 1 കോടിക്ക് മേലെ ഉറപ്പാണ്. അതിന് വേറെ ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം. നമ്മുടെ ഈ ഒരു വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 77 lakhs മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു വിലയ്ക്ക് ശ്രീകാര്യത്ത് വീടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് വെറും 6 വർഷമേ പഴക്കമുള്ളൂ. നന്നായിട്ട് റെനോവേഷൻ ചെയ്തിട്ടുള്ള നല്ല പുതിയ അടിപൊളിയായിട്ടിരിക്കുന്ന വീടാണ്. ഇതിൽ കുറച്ചുകൂടെ റെനോവേഷൻ ചെയ്തെടുത്താൽ പക്ക പുതിയ വീട് പോലെയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ നിൽക്കുന്ന നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീട് കണ്ട് ബാക്കി എല്ലാ കാര്യവും നോക്കിയിട്ട് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് തന്നെ സെറ്റാക്കി എടുക്കാവുന്നതാണ്.